ഏറ്റുമാനൂർ ജൈനമ്മ കൊലക്കേസിൽ നിർണായക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും കത്തിച്ച അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി. എന്നാൽ മുറിക്കുള്ളിൽ പുതുതായി പാകിയ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. സെബാസ്റ്റ്യനെ കോട്ടയത്ത് നിന്ന് എത്തിക്കുന്നതിന് മുൻപ് തന്നെ പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പിന് പോലീസ് സംഘം തയ്യാറായി. മണ്ണ് മാറ്റി പരിശോധിക്കാൻ മണ്ണുമാന്തി യന്ത്രവും കുളവും കിണറും വറ്റിച്ച് പരിശോധിക്കാൻ മോട്ടോറുകളുമായി ഫയർഫോഴ്സ് സംഘവും എത്തി. എല്ലാ പ്ലാനിങ്ങും കീറുകൃത്യം. 12:45 കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ വീട്ടിലേക്ക്. വീട്ടിലെത്തിച്ചയുടൻ ഉള്ളിൽ കയറ്റി തെളിവെടുപ്പ് തുടങ്ങി. തുടക്കം മുതൽ സെബാസ്റ്റ്യൻ നിസ്സഹരണമായിരുന്നു. ചോദ്യം ചെയ്യലിലും മൗനമായിരുന്നു മറുപടി. സമാന്തരമായി വീടിന് ചുറ്റുമുള്ള 2.25 ഏക്കർ കാട് പിടിച്ച പറമ്പിൽ പരിശോധന. ആദ്യം കാട് വെട്ടിത്തെളിച്ച് മണ്ണുമാറ്റി നോക്കിയത് ദിവസങ്ങൾക്ക് മുൻപ് അസ്ഥികഷ്ണങ്ങൾ കിട്ടിയ അതേ സ്ഥലത്താണ്. തെളിവെടുപ്പ് സംഘം നിരാശരായില്ല. കത്തിച്ച നിലയിൽ അസ്ഥികളുടെ 20ഓളം ചെറു കഷ്ണങ്ങളും ലഭിച്ചു. കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ സ്ത്രീകളുടേതെന്ന് സംശയിക്കുന്ന 2 വസ്ത്രങ്ങളും ലഭിച്ചു. കെടാവർന്നായ ഒരു കൊന്തയും കണ്ടെത്തി. പറമ്പിലെ കോൺക്രീറ്റ് ഇട്ട സ്ഥലം പൊളിച്ചതിനടിയിൽ നിന്ന് തലയോട്ടിക്ക് സമാനമായ വസ്തുവും ലഭിച്ചു. ലഭിച്ച വസ്തുക്കളെല്ലാം ഫോറൻസിക് സംഘം വിശദമായി പരിശോധിക്കും. ഇന്ന് കണ്ടെടുത്ത അസ്ഥികൾ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധനയും ഉണ്ടാകും. ഏവരും ഉറ്റുനോക്കിയത് വീടിനകത്തെ മുറിയിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയ ഇടമാണ്. ഏറ്റവും അവസാനമാണ് ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധനയിലേക്ക് നീങ്ങിയത്. എന്നാൽ മണ്ണ് മുഴുവൻ മാറ്റിയിട്ടും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. രാത്രി 7 മണിയോടെ പൂർത്തിയായ സമഗ്രമായ തെളിവെടുപ്പിൽ ഇതിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നായിരുന്നു അന്വേഷണ സംഘം പ്രതീക്ഷിച്ചിരുന്നത്. ഇനി കിട്ടിയ തെളിവുകൾ ജൈനമ്മ കൊലക്കേസിനോ അതോ ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാന കേസുകളിലേക്കോ വഴികാട്ടുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നിർണായക തെളിവെടുപ്പ് പൂർത്തിയായി. അപ്പോഴും ചോദ്യങ്ങളെല്ലാം ബാക്കിയാവുകയാണ്. ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും ടീം ന്യൂസ് മലയാളം.